വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഒക്ടോബർ 20th ആണ് ദിവാലി. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ചെറിയ ഫങ്ഷൻസ് ആണെങ്കിലും ചെറിയ രീതിയിൽ ഞങ്ങളുടെ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞങ്ങൾ 4 പേരും കൂടി ചെറിയ ജോർജ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ജോർജിയും വരും, ജിജോയും ജോയിൻ ചെയ്യും. അപ്പോൾ ഞങ്ങൾ മന്നയുടെ വക ചെറിയൊരു ദിവാലി ഡെക്കോർ, എൻ്റെ വക കുറച്ച് നമ്പർ ഡിഷസ്, അങ്ങനെ ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഡിന്നർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലഞ്ചും ഏർലി ലഞ്ച് പോലെ അല്ലെ, ഏർലി ഡിന്നർ പോലെ. സോറി, തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും കോസ്റ്റ്യൂം ഡീറ്റെയിൽസ് തരാം, അത് കഴിഞ്ഞിട്ട് ഡെക്കോർ ഡീറ്റെയിൽ. അപ്പോൾ എൻ്റെ സാരി ഞങ്ങളുടെ രണ്ടുപേരുടെയും സാരി ഫ്രം മോഹിനി ദ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ആ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് കാണിക്കുമല്ല, ബിക്കോസ് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. എനിക്ക് തോന്നുന്ന ഒരു 3-4 സാരി ഉണ്ട് ഈ സെയിം ബ്രാൻഡിൻ്റെ. മെയിനായിട്ട് കോട്ടൺസിലാണ് ആൻഡ് കുറച്ച് ഗോഡിയുമാണ്. ഇതുപോലെ ഈ സെലിബ്രേഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കും. സെലിബ്രേഷൻസിനും കറക്റ്റാണ്. മെയിനായിട്ട് അല്ല പറഞ്ഞാൽ ഏത് ഒക്കേഷനും അത് ചേരും. ഈവൻ നമുക്ക് ചെറിയ ടൈപ്പ് ഫംഗ്ഷനും അതെ, വലിയ ഫംഗ്ഷൻ ആക്സസറൈസ് ചെയ്താൽ മതി ഡിഫറെൻറ്റ് രീതിയിൽ. ഇതിനു മുമ്പ് മേടിച്ച സാരീസും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ അവരുടെ അടുത്ത് നിന്ന് ആദ്യം മേടിച്ച സാരിയാണ് ഈ ബ്ലൂ ആൻഡ് ബ്ലാക്ക്. എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ. ഈവൻ മന്നയ്ക്ക് വന്ന ഒരു പ്രാവശ്യം കോൺട്രാസ്റ്റ് അവർക്ക് ബ്ലൗസസും ഉണ്ട് കേട്ടോ, സ്റ്റിച്ച് ബ്ലൗസസ് ഉണ്ട്. ഈ രണ്ട് ബ്ലൗസും അവിടെ നിന്നാണ്, മന്നയുടെയും എനിക്കൊന്ന് ഏത് ഏജ് ഗ്രൂപ്പിനും യൂസ് ചെയ്യാം. മെയിനായിട്ട് ഞാൻ മന്നയ്ക്കൊരു ഹാഫ് സാരി പോലെ അന്ന് സ്റ്റിച്ച് ചെയ്തായിരുന്നു. പക്ഷേ ഇവരുടെ സാരി ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു, അത് കാണാനില്ല. സെയിം ടൈപ്പ് സാരിയുടെ 2 കളേഴ്സ് ഞാനന്ന് മേടിച്ചു. ഇതും ഭയങ്കര നല്ല, മന്നയ്ക്കനെ വെച്ചിട്ട് ഭയങ്കര നല്ല കേട്ടോ. ഇതിൻ്റെ കുറേ കളർ കോമ്പിനേഷൻസ് അവർക്കുണ്ട്. ആൻഡ് പിന്നെ മെറൂൺ, ഇത് ഞാൻ ഓണത്തിന് എടുത്തു. അപ്പോൾ കുറേ പേര് എന്നോട് ഡീറ്റെയിൽ ചോദിച്ചു, അത് കാരണമാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. നല്ല കളർ. ഈവൻ ഞാൻ ഉടുത്തേക്കണ സാരി വൺ ഓഫ് മൈ ഫേവറേറ്റ് സാരി. കുറേ നാളായിട്ടാണ് എനിക്ക് ഈ ഡാർക്ക് റെഡിലല്ലേ, ബ്രൈറ്റ് റെഡ് ഉണ്ട്, ഇതുപോലെ ഡീപ്പ് കളറിൽ എനിക്കില്ല ആക്ച്വലി. ഈവൻ മന്ന അവരുടെ പറ്റിയ സാരിയാണ്. ഇത്തിരി മിനിമലിസ്റ്റിക് ആയിട്ട് ഭയങ്കര കറക്റ്റ് ഓണത്തിന്റെ കളേഴ്സ് ഒക്കെ ആയിട്ട്. ഇനി അമ്മ ഇതിനൊരു കൈ സ്ലീവ് ഉള്ള ഒരു ബ്ലൗസും കൂടി അവരുടെ അടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്. ഈവൻ ഇതാണ് ഞാൻ വേറൊരു ബ്ലൗസ് എൻ്റെ ഈ സാരിക്ക് വേണ്ടി മേടിച്ചത്. ഇത് കണ്ട, മന്നയ്ക്കൊക്കെ സ്കേർട്ടിൻ്റെ കൂടെ ക്രഷ്ഡ് സ്കേർട്ടില്ലേ നമ്മുടെ ഫാബിൻ്റെയിലൊക്കെ കിട്ടുന്നത്, അതിൻ്റെ കൂടെ ഇത് പെർഫെക്റ്റ്. മന്ന നമുക്ക് അടുത്ത ഫംഗ്ഷന് ഇങ്ങനെ ഇട്ടാൽ മതി. ഈ ബ്ലൗസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാരിയുടെ കൂടെയാണ് ഞാൻ ലാസ്റ്റ് ഈ സാരിയുടെ കൂടെ ഈ ബ്ലൗസ് ഒന്ന് പെയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അമ്മ ആക്ച്വലി ഇങ്ങനെ ഈ സ്റ്റൈൽ അമ്മ ഇതുവരെ ട്രൈ ചെയ്തില്ല, അത് കാരണം പുതിയതായിട്ട് ഓർഡർ ചെയ്ത. കവേർഡ് ഇട്ടിട്ടില്ല, പക്ഷേ ഈ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഈ പഫ് സ്ലീവ്സ് എന്നാണ് പറയുന്നത് ഇതിന്, റഫിൾ. അവരുടെ കുറേ പാറ്റേൺസ് ഉണ്ട് കേട്ടോ ബ്ലൗസസ്. എനിക്ക് തോന്നുന്നു എനിക്ക് കുറേ പാറ്റേൺസ് ഐഡിയാസ് തന്നെ അവരുടെ ബ്ലൗസസിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഓർഡർ ചെയ്യാം. ആ സെൻറ്റർ ടേബിളിലൊന്ന് ഇതിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കാം. അമ്മ ഇങ്ങോട്ടാ, അമ്മ ഇവിടെ ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതിന് ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിവിടെ വെക്കാം. ഇത് ആക്ച്വലി അമ്മ ഒരു റീലിൽ കണ്ട, പക്ഷെ അവരുടെ എന്ത് രസമാണെന്നറിയാം കാണാൻ. ഒഴിച്ചു നിറച്ച് നിൽക്കണ്ടെന്നുള്ളൂ, നിറഞ്ഞ് നിൽക്കണ്ട. കുറച്ച് ഈ കല്ലിട്ടത് ഇത്തിരി ഓവറായി പോയി തോന്നുന്നു. ഐ തിങ്ക് ഇത്തിരി ഗ്യാപ്പ് വിടണമായിരുന്നു. ഇത് കത്തിപ്പോയി. ഒരു മിനിറ്റ് മുന്നേ അപ്പ വരണേക്കാളും മുമ്പ് ഒന്ന് എല്ലാം സെറ്റ് ചെയ്യണം. ഇത് സെറ്റായിട്ടുണ്ട്. ഞാനല്ലേ പറഞ്ഞു ഈ ഐഡിയ. റോസ് നല്ല കളറ്, ദിവാലി ഫീലിന് നല്ല. മിഡിലിൽ എങ്ങാനും ടേബിൾ മാറ്റ് ഞങ്ങൾക്ക് ആ ലോങ് വൺ ഇല്ല, അതുകൊണ്ട് ഞാൻ ഓർത്തു ഇങ്ങനെ മിഡിലിൽ മാത്രം ഫ്ലവേഴ്സ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇപ്പം എന്തെങ്കിലും ഡിഷസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മതി. ആൻഡ് ടേബിൾ മാറ്റ് സൈഡിൽ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്തോണ്ട് എല്ലാം നമുക്ക് ഇഷ്ടമുള്ള സാധനം. ലാസ്റ്റ് വീഡിയോ ധന്യയുടെ ബർത്ത്ഡേയുടെ വീഡിയോയിൽ ജെറി വാങ്ങിച്ച അതേ സാധനങ്ങളാണ് ഞാൻ വെബ്സൈറ്റിൽ പോയി മേടിച്ചു. ഈ ടേബിൾ മാറ്റ് ഇത് പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലോ, ഇത് എല്ലാത്തിനും വൈറ്റ് പ്ലേറ്റ്സിൻ്റെ കൂടെ നന്നായിട്ട് പോകും, റെഡിൻ്റെ കൂടെ നന്നായിട്ട് പോകും. നല്ലൊരു ലുക്ക് വരും ടേബിളിനില്ലേ. ഇതെവിടെ എല്ലാം വെബ്സൈറ്റിൽ നിന്നാണ്. ജെറിയപ്പയുടെ അന്ന് മേടിച്ച സാധനങ്ങളാണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. ഇതും വെബ്സൈറ്റിൽ നിന്നാണ്. ബട്ട് ഇതിന് മേലെ ക്യാൻഡിൽ വെക്കാനൊരു സാധനം ഉണ്ട്, അത് മാറ്റി ഇപ്പം ദിയ വെച്ചു. ദിവാലി. ആൻഡ് ഇത് നൈലോൺ ത്രെഡിൽ ലോട്ടസ് ഇതുപോലെ കോർത്തു. ഇത് നല്ലൊരു ഐഡിയ. നമുക്ക് അധികം പൂ വേണ്ട, കുറേ ഒരു ഹോൾ ഏരിയ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും.
ഇനി ഒരു സാധനം കൂടി ഉണ്ട്. ഇവിടെ പിന്നെ മിർച്ചി ലൈറ്റ്സ് ഇട്ടു. ഇത് ഞാൻ ലാസ്റ്റ് ഇയർ ദിവാലിക്ക് തന്നെ ഓർഡർ ചെയ്താൽ ഇതുപോലത്തെ എന്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ എന്ത് മേടിച്ചു വെച്ചാലും സൂക്ഷിച്ചു വെക്കാം. എല്ലാ കൊല്ലവും ഇതൊക്കെ തന്നെ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ പുറത്ത് ബാൽക്കണിയിൽ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലെ ദിവാലി ഇട്ടാ. ഡെക്കോർ ഇത്രയേ ഉള്ളൂ. ഇനി ഫുഡ് അവിടെ ഫെയറി ലൈറ്റ്സ് വെച്ച് നിറച്ചിട്ടില്ലേ? ഫെയറി ലൈറ്റ്സ് മഞ്ഞയുടെ റൂമിൽ കിടന്ന ലൈറ്റ്സ് ഞാൻ ഇങ്ങോട്ട് എടുത്തു. ചക്കിക്കാണ് ഇന്ന് ദിവാലി. ചക്കി മൊത്തം മറ്റേ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ചാടിക്കഴിഞ്ഞ ഓടിക്കും ഞാൻ. ദിവാലി ആയിരുന്നു അവർക്കും മനസ്സിലായി തോന്നാൻ. മന്ന വെൽക്കം ഡ്രിങ്ക് എവിടെയാന്ന് വെച്ച് വെക്കാം. ടേബിളിൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. അധികം പണിയില്ല. പക്ഷെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ വെക്കട്ടെ. വെൽക്കം ഡ്രിങ്ക് തുടക്കത്തിൽ വെക്ക്. ലസ്സിയാണ്, പ്ലെയിൻ ലസ്സി. മറ്റേ ഫ്രൂട്ട് ലസ്സി ആയിരുന്നു ഇഷ്ടം. മാംഗോ ലസ്സി ഇപ്പൊ നല്ല സീസൺ അല്ല, അല്ലെങ്കിൽ ഞാൻ അമ്മ ഓർത്തതാ. അത് ശരിയാ. ശരിക്കും പ്ലെയിൻ ലസ്സിയില് നട്ട്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഫ്രൂട്ട് ലസ്സി ആണെങ്കിൽ മാംഗോവും കൂടി മാംഗോ ആണെങ്കിൽ മാംഗോ കൂടി ചോപ്പ് ചെയ്തിട്ടാ നല്ലതായിരിക്കും. മാംഗോ മിക്സ് ചെയ്തിട്ടാലും മിക്സ് ചെയ്ത് ആദ്യം തൈര് നമ്മുടെ തിക്ക് കേർഡ് നന്നായിട്ട് അടിക്കണം. എന്നിട്ട് ഐസ് ഇടണം, പിന്നെ മാംഗോസ് ഇടണം. അത്രേ ഉള്ളൂ. ഞാനിത് ആൽമണ്ട് ഫ്ലേക്സ് ആയിട്ട്, ബട്ട് പിസ്ത ആയിരിക്കും കൂടുതൽ നല്ലത് കേർഡിൻ്റെ കൂടെ. ഈവൻ സാഫ്രൻ ഒക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. ബട്ട് ഇന്നിപ്പോൾ ഇതേ ഉള്ളൂ. ഞാൻ നട്ട്സ് തൊടില്ല, പക്ഷെ എനിക്ക് ലസ്സി ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞില്ലല്ലോ അമ്മേനോട്. സാരില്ല, ഭംഗിക്കല്ലേ ഇരുന്നോട്ടെ. പ്രസന്റേഷൻ വേസ്റ്റ് ആക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ഡിഷ് പനീർ ഗ്രിൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റെസിപ്പി നേരത്തെ ഇട്ടുണ്ട്. അപ്പോൾ അത് പനീർ ആ സെയിം മാരിനേഷൻ ഇട്ട് മാരിനേറ്റ് ചെയ്തു. ആൻഡ് ഇതുപോലെ സുക്കീനി ഒന്ന് അവനിൽ വെച്ച് റോസ്റ്റ് ചെയ്തിട്ട് ആ പനീർ മാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടു. ഇത് ഞാൻ കണ്ടുപിടിച്ചോ. വെജിറ്റേറിയൻസിന് നല്ല ഓപ്ഷനാണ് ആൻഡ് ഇഷ്ടാവുകയും ചെയ്യും. മന ഒന്ന് ടേസ്റ്റ് ചെയ്യായിരുന്നില്ലേ? നല്ലതാണ്. ടേസ്റ്റ് ചെയ്തേ. സോസ് വേണം ശരിക്കും. ഇതിൻ്റെ കൂടെ മല്ലിയില ചട്നി ആയിരിക്കും നല്ലത്. ടൊമാറ്റോ സോസ് ചട്നിയോ? ഗ്രീൻ ചട്നി ആണ് വേണ്ടത്. ബട്ട് ഇന്നിപ്പോൾ ടൊമാറ്റോ സോസ് ഉള്ളു. ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഇത് ടൊമാറ്റോ സോസ് ആയിട്ടാണോ? നോക്കട്ടെ. നല്ലതല്ലേ? ഒരു ബൈറ്റ് നോക്കട്ടെ. ഒരു ബൈറ്റ് സോസ് നോക്കാം. അപ്പോൾ വരുമ്പോഴേക്കും ഇല്ല, നമുക്ക് സോസ് മറ്റേതായിരുന്നു ഇഷ്ടം. പനീർ ഗ്രില്ലായിട്ടാണ് ഈ സുക്കീനിയുടെ ഒരു നല്ലതല്ലേ? ഒരു ക്രഞ്ചി നല്ല. അപ്പോൾ വരുമ്പോഴേക്ക് ഏകദേശം ഒരു പരിവാക്കി ഇടും. ഉപ്പിത്തിരി കുറഞ്ഞു അല്ലേ? അത് സുക്കീനിയിൽ എനിക്കൊന്ന് ബേക്ക് ചെയ്യണേ, റോസ്റ്റ് ചെയ്യണതിന് മുമ്പ് സോൾട്ട് ഇട്ടില്ല. ഈ പ്രശ്നം ധൃതി പിടിച്ചു. ബട്ട് എനിക്കിഷ്ടമായി. നല്ല ഹെൽത്തി ഓൾസോ. മന്നത് സെറ്റ് ചെയ്തു. അമ്മ അപ്പോഴേക്കും ബട്ടൂര വറക്കാനുള്ള റെഡിയാക്കാൻ പോവാണ്. അല്ല, ഇതിനെ കുറിച്ച് പറയണില്ലേ? ഞാനിത് പാനിപ്പൂരി ഉണ്ടാക്കാൻ അറിയാലോ. പാനിപ്പൂരി നമ്മളെ റെസിപ്പി ആയിട്ട് ഇട്ടിട്ടുണ്ട് പാർട്ടി ഐഡിയാസില്. എല്ലാം ഒന്ന് കഴിച്ചു. അപ്പൊ വരുമ്പോഴേക്കും എല്ലാം തീർന്നു കൂട്ടാ. ഞാൻ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടില്ല. മേത്താക്കല്ലേ, സാരിയിലാക്കല്ലേ. ഇത് പക്ഷേ ആ സ്വീറ്റ് ചട്നി വേണ്ടേ? അതിനകത്തെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഫില്ലിങ് വേണം. അമ്മയ്ക്ക് അധികം ഫില്ലിങ് ഇല്ലാത്ത ഇഷ്ടം. ഫില്ലിങ്ങിന് ഇച്ചിരി ഉപ്പ് കൂടി. എനിക്ക് ഭയങ്കരമായിട്ട് പൊട്ടേറ്റോ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്ക് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഞാൻ പൊട്ടേറ്റോ വെക്കാറില്ല. ഞാൻ ആ അനിയൻസും സേവ് ഒക്കെ വെക്കണേ. അത് പാനിപ്പൂരി അല്ല, അങ്ങനെ ഇഷ്ടം. എനിക്ക് നല്ല പൊട്ടേറ്റോ വെച്ച് നിറച്ച സാധനം. ഇല്ല, ലാസ്റ്റ് ടൈം നമ്മളിങ്ങനെ വെച്ചപ്പോഴേ സോഗി ആയിപ്പോയി. കുറച്ച് കൂടുതൽ അകത്ത് വെച്ചപ്പോൾ നേരത്തെ എടുത്ത് വെക്കണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി വെക്കണം എന്നല്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സോഗി ആയി പോകും എല്ലാം. മതിയേട്ടോ. ഇവിടെ എൻ്റെ ടേബിൾ മാറ്റ് കേടാക്കല്ലേ, ക്രിസ്മസിന് യൂസ് ചെയ്യാനുള്ള ടേബിൾ മാറ്റ്. പിന്നെ എന്തിനാ വെച്ചേക്കണേ? എങ്ങാനും പ്ലേറ്റിൽ നിന്ന് വീണ. ഇത് ആക്ച്വലി ടേബിൾ മാറ്റ് അല്ല, എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ പ്ലേസ് ചെയ്യണതിൻ്റെ അടിയിൽ വെക്കാനുള്ളതാണ്. അമ്മ ഇപ്പൊ ദിവാലി ആയതുകൊണ്ട് ഫുഡ് വീണ അതൊക്കെ അറിയാവില്ലേ? ഫുഡ് വീണ ഇത് ഈ ടേബിൾ മാറ്റ് സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ. ടേബിൾ മാറ്റ് എങ്ങനെയാ ശ്രദ്ധിക്കാൻ പറ്റണേ? ഇത് പ്രോപ്പർ ടേബിൾ മാറ്റ് അല്ലെന്ന്. എന്തെങ്കിലും ക്യൂരിയോസ് ഒക്കെ ഇല്ലേ? എന്തെങ്കിലും മറ്റേ ക്രിസ്റ്റൽ അല്ല, എന്തെങ്കിലും ക്രിസ്റ്റൽസ് ഒക്കെ ഇല്ലേ? അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ക്രിസ്മസ് ഡെക്കറേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊള്ളാം. എന്തായാലും പാനിപ്പൂരി മെയിൻ ഡിഷായിട്ട് ഞാൻ ചെന്ന ബട്ടൂരയാണ് റെഡിയാക്കിയത്. ബട്ടൂര പക്ഷേ വേറെ സാധാരണ ഞാൻ ചെയ്യുന്ന രീതിയല്ല. അതിൽ നിന്ന് കുറച്ച് മാറ്റി ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ചെന്ന ദാലും പുതിയതായിട്ട് ട്രൈ ചെയ്താൽ. സോറി, ചെന്ന
ചെന്നയാണ്. ചെന്ന ഭട്ടൂര. ചെന്ന ഭട്ടൂര. ചെന്ന ഭട്ടൂര. ചെന്ന ഭട്ടൂര ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ട്രൈ ചെയ്ത്. നോർത്ത് ഇന്ത്യൻ ഇത് എല്ലാ ദിവസവും കഴിക്കും. അല്ല, മിക്ക ദിവസവും ഇല്ല, നോർത്ത് ഇന്ത്യൻ കറിയത് അമ്മ വേറെ ട്രൈ ചെയ്ത. വൈറ്റ് ചെന്ന ആൻഡ് മസാലയും വേറെയാ. അത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത. പക്ഷെ ഭയങ്കര നല്ല. നേരത്തെ ഞാൻ ടേസ്റ്റ് ചെയ്തതല്ല. ഭട്ടൂര വറക്കാൻ ഇടണോ, പഠിക്കണോ? അത് ഇളക്കിയിട്ട് ആ കറി പാത്രത്തിലോട്ട് ഇട്ടോ, ചൂടാക്കിയിട്ട്. എനിക്ക് ആക്ച്വലി നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കഴിക്കുന്ന ഭട്ടൂര എനിക്ക് എപ്പോഴും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. വീട്ടിലുണ്ടാക്കുന്ന കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ഒക്കെയാണ്, ബട്ട് ടേസ്റ്റ് വൈസ് എനിക്ക് എപ്പോഴും റെസ്റ്റോറൻറ്റ് ഭട്ടൂര ഇഷ്ടം. നല്ല വ്യത്യാസം. നമ്മുടെ വീട്ടിലത്തെ ഭട്ടൂര അത് ഭയങ്കര സോഫ്റ്റ്, ഒരു ഈസ്റ്റ് ഇട്ട പോലെ മന്ന. അത് അമ്മയ്ക്ക് ഇഷ്ടം. ബ്രെഡ് പോലെ അത് തന്നെ, അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതല്ല ശരിക്കും, അതല്ല ആക്ച്വലി ചെന്ന ഭട്ടൂര. ഇത്തിരി ചെറിയ സൈസാക്കി. ഡിന്നർ ആരും അത്രയും കഴിക്കില്ലല്ലോ, അമ്മ അപ്പൊ ചെറിയ സൈസാക്കി. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഷാഹിദനെ കൊണ്ട് അമ്മ ഉണ്ടാക്കി. റെസിപ്പി അമ്മ കണ്ടുപിടിച്ചു, നോക്കി യൂട്യൂബിൽ നിന്ന്, വേറെ ചാനലിൽ നിന്ന്. അങ്ങനെയൊക്കെയാണ് എല്ലാരും പഠിക്കണേ. മണ്ണിക്കും ഇത് തന്നെ. കുറെ നാളെ അമ്മയുടെ ചാനൽ കാണാട്ടോ. ഓഫ് ചെയ്തോ, എന്നിട്ട് ആ ബ്രൗൺ പാത്രത്തിലിടണം. മുകളിൽ കുറച്ച് കൊറിയാണ്ടർ. ഞാൻ സൂക്ഷിച്ചിട്ടാ മതിട്ടോ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മണ്ണിനെ പഠിപ്പിക്കാൻ പേടിയാ. ചിലപ്പോ എന്റെ മുഖത്തോട്ടായിരിക്കും എണ്ണ തീർക്കണേ. എന്താണ് മണ്ണയ്ക്ക് എന്തോ കൈപ്പുണ്യം ഉണ്ടെന്നുണ്ട്. ഭട്ടൂര ഭയങ്കരമായിട്ട് ബുദ്ധി. അത് ഞാനല്ല ഇട്ടത്. അല്ല, ഇത് വന്നപ്പോ ഇത് നോക്കി, ഇത് ക്ലോസ് ആയിട്ട് എടുത്തേ. ആ മറ്റേ നമ്മള് റെസ്റ്റോറന്റ് സ്റ്റൈൽ ഭട്ടൂര, പക്ഷെ മിനി വേർഷൻ. ഭട്ടൂര ആണെങ്കിലും പൂരി ആണെങ്കിലും ഇങ്ങനെ തട്ടിക്കൊടുത്താലേ വീർക്കുള്ളൂ. പപ്പടം ആണെങ്കിലും പപ്പടം എനിക്ക് വീർക്കണ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ നടുക്കൊരു ഓട്ട. എനിക്ക് ഇഷ്ടമല്ല. മറ്റേത് ഫ്ലാറ്റ് ആയി പോയി, അതാണ് വീർക്കാണ്ടിരുന്നത്. ബട്ട് ഇത് വീർക്കും. ഇതെന്താ കോഫിയാണ്? അല്ല, കോഫിയാന്ന് തോന്നുന്നു, പക്ഷെ ഡയറ്റ് കോക്കാ. ശരി, അമ്മ കുടിക്കാമെന്നല്ലേ. മന്ന ഈ ചെന്ന ഒന്ന് അവിടെ ടേബിളിൽ വെച്ചോ. എന്നിട്ട് അനിയൻസും കൊറിയാൻഡർ ലീവ്സും ഗ്രീൻ ചില്ലിയും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്തോ. അവിടെ വെച്ചിട്ടാണോ ഗാർണിഷ് ചെയ്യുന്നത്? അവിടെ എങ്ങനെയെങ്കിലും ചെയ്തു. എന്തായാലും മടുത്തല്ലേ? മതിയായി. ഇനി അമ്മയ്ക്ക് എന്തോ ഇന്ന് മതിയായി. മന്ന കുറച്ചുകൂടി സവാള ഇട്ടോ, അതാ നല്ല. ഇതിന് കുറച്ചും കൂടി അനിയൻസ് ഉള്ളതാ നല്ല. റോ അനിയൻസ് മലയാളം ഇടാമല്ല. ഗ്രീൻ ചില്ലി കിട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ ആക്ച്വലി ഗ്രീൻ ചില്ലി കഴിക്കാൻ ഇഷ്ടം. മതി ജോർജിന്ന് എന്തും കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അവന് ഇങ്ങനത്തെ സെലിബ്രേഷൻസ് ഇഷ്ടമാണ്, വീട്ടിൽ വെക്കണത്. അത് മിസ്സാവുമ്പോഴാണ് അവന് ഇഷ്ടമില്ലാത്തത്. പക്ഷെ ഇത് ഒരു പ്രശ്നം പറ്റി, എല്ലാം വെച്ചാ. അതാ ഞാൻ പറഞ്ഞത് പൂക്കളം ആക്കിയത്. കുഴപ്പമില്ല, ഒരെണ്ണം മാറ്റ്. 2 മതി. ഓക്കെ, മതി. കുറച്ച് പൂക്കളം സെറ്റപ്പായി. സാരല്ല, ദിവാലി അല്ലേ, ഒന്നും പറയണ്ട. ഭട്ടൂര നമ്മള് ഭട്ടൂര. പിന്നെ സ്വീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. സ്വീറ്റ്സ് മമ്മിയുടെ പാൽക്കട്ടി. ഇത് ആക്ച്വലി എക്ലെയർന്നാണ് ഞങ്ങള്, മമ്മിയുടെ റെസിപ്പിയാ. ടേസ്റ്റ് ചെയ്ത് നോക്ക്. പാലും പഞ്ചസാര ഇട്ട് കുറേ നേരം ഇട്ട് വറ്റിച്ചു. വേറെ ഒന്നുമില്ല, മിൽക്ക് മെയ്ഡുമില്ല, ഒന്നുമില്ല. അമ്മ ടേസ്റ്റ് ഇല്ല. കുറച്ച് കൂടുതൽ ഡ്രൈ ആവുന്ന ഒരു വഴറ്റി അത്ര ആക്കാൻ പാടില്ല. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിങ്ങനെ നല്ല ഇതുപോലെ ലഡുവൊക്കെ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഉരുട്ടിയെടുത്തു. ഇത് പക്ഷെ പക്ക എക്ലേഴ്സ് ടേസ്റ്റാണ്. ശരിക്കും ഭയങ്കര നല്ല. ഇതൊന്ന് ക്ലോസ് ആയിട്ടൊന്ന് എടുക്കും. ഇത് ടേസ്റ്റാണ്. ഇത് ലുക്കിനേക്കാളും ടേസ്റ്റാണ്. എനിക്കൊന്നു I think if you can break a cashew and stick it inside. അതല്ല മന, നമ്മുടെ ഡെസേർട്സിലൊക്കെ ഒരു മുകളിൽ ഒരു സിൽവർ പേപ്പർ ഇട്ട് റോൾ. അങ്ങനെയാണെങ്കിൽ ഇത് കലക്കൻ സാധനം വീട്ടിലുണ്ടാക്കാൻ ഈസിയാ. പക്ഷെ കുറേ നേരം സ്റ്റേർ ചെയ്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. That's it. അത് ആൻഡ് രസ്മലായി ഫ്രം നമ്മുടെ ബികാഷ് ബാബു. അത് ഉണ്ടാക്കാൻ എനിക്കറിയില്ല. സാരില്ല, അത് നല്ല. ബികാഷ് ബാബു സ്വീറ്റ്സ് ആർ റിയലി ഗുഡ്. അവിടെ കേടും ലസ്സിയും എല്ലാം നല്ല. പിന്നെ ലഡുവും ഞാൻ മേടിച്ചു. ലഡു ആക്ച്വലി ഉണ്ടാക്കാമെന്നൊക്കെ ഓർത്തിരിക്കായിരുന്നു. പക്ഷേ ഇത് ഗൂഗിൾ ചെയ്തിട്ട് ഒരു കറക്റ്റ് നല്ലൊരു റെസിപ്പി എനിക്ക് കിട്ടിയില്ല. അപ്പം ലഡു വേണ്ടെന്ന് വെച്ചു. മോട്ടിച്ചോറ് നമ്മൾ ലഡുവിനെ വരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അതിനെന്താ ലഡുവിനെയോ? ഇങ്ങനെ കാണിച്ച് യൂസ്ഡായി. അത്രേ ഉള്ളൂ. വേറെ ഇത്രയും പോരെ? ഇത്രയും മതി. അമ്മയുടെ കുറച്ച് ടേബിൾ നിറഞ്ഞില്ലല്ലോ. യെസ്, ഇനി ഞങ്ങള് ഫുൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പയും ജോർജിയും പറഞ്ഞേക്കാൾ മുമ്പ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കില്ല.
അപ്പോൾ ജോർജിയും ജിജു ഒക്കെ എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോഴേക്കും ഞാൻ നേരത്തെ കാണിച്ചില്ലേ സ്ലീവുള്ള ബ്ലൗസ് ഈ സെയിം ബ്രാൻഡിൻ്റെ തന്നെ മോഹിനി ദ സ്റ്റോറിൻ്റെ അതൊന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഈ മഞ്ഞ ഉടുത്ത സാരിയായിട്ട്. ജോർജി അമ്മ ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോ തന്നെ സൈൻ ചെയ്യാനുള്ള സാധനമൊക്കെ ആയിട്ട് വരുമല്ലേ? എന്തായത് ഇതെന്താ? മിണ്ടണില്ല. ഇല്ല വായിക്കാറില്ല. എന്താണെന്ന് പറ ജോർജി. സത്യമായിട്ട് ഇത് എന്താ? അമ്മയ്ക്ക് കോൺടാക്ട്സ് വെക്കുമ്പോ എനിക്ക് വായിക്കാൻ പറ്റില്ല. അതിനല്ലേ വായിക്കാൻ. അല്ല കണ്ണാടി വെക്കുമ്പോഴേ റീഡിങ് അപ്ലൈ പറ്റുള്ളൂ. ഇത് പിടിച്ചേ ഞാൻ സൈൻ ചെയ്തു. ബോർഡ് എക്സാം എന്താണ് കുട്ടാ? ഇത് എവിടെ എല്ലാവരുടെ വീട്ടിലുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലും തിരക്കായിട്ടിരിക്കുന്ന സമയത്ത് സൈൻ ചെയ്യാനുള്ള സംഭവമായിട്ട് വരികയാണ്. ഹാപ്പി ദിവാലി. അല്ല നമ്മുടെ ഈ മണ്ണ ബാൽക്കണിയിലെ ഡെക്കോർ കാണിച്ചില്ല. എവിടെയാ കൂട്ടാ സൈൻ ചെയ്യണ്ടേ? ഞാനിന്ന് നോൺ വെജ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. എവിടെയാണ് വായിക്കാറിയില്ലേ? എങ്ങോട്ട് എന്റെ ഫോട്ടോന്റെ മേളിലാണ് ജോർജി അമ്മ തൽക്കാലത്തേക്ക് ഈ സ്പെക്സ് വെച്ചുള്ള അവിടെ ശരിക്കും ബാൽക്കണിയിലും ചെറിയൊരു ദിവാലി ഡെക്കോർ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റണ്ടോ? അപ്പോൾ ഇന്നത്തെ ഹോൾ സെറ്റപ്പ് കണ്ടിട്ട് ഇനി വീഡിയോ എനിക്ക് നീട്ടാൻ തോന്നണല്ലോ. എന്തോ ഇവിടുത്തെ ഹോൾ വൈബ് കണ്ടിട്ട് നല്ലൊരു സമാധാനം. അപ്പോൾ ഹാപ്പി ദിവാലി. ബൈ.